ലെബനൻ പൂർണ്ണമായും ചുട്ടരിക്കണമെന്ന ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇത്താമർ ബെൻ ഗ്വീറിന്റെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഇസ്രായേൽ ഭരണകൂടം ആഗ്രഹിക്കുന്നത് മേഖലയിൽ സ്ഥിരമായ യുദ്ധം വേണമെന്നാണെന്ന് അരാക്ചി കുറ്റപ്പെടുത്തി. ലെബനനിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്താമർ ബെൻ ഗ്വീർ വിവാദമായ പരാമർശം നടത്തിയത്. അരാക്ചി സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ബെൻ ഗ്വീറിനെ രൂക്ഷമായി വിമർശിച്ചത്. ഇത് ഏതെങ്കിലും ഒരു ഭ്രാന്തന്റെ വെറുമൊരു ജൽപ്പനമല്ലെന്നും മറിച്ച് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ദേശീയ സുരക്ഷാ മന്ത്രി പരസ്യമായി പങ്കുവച്ച നിലപാടാണെന്നും അരാക്ചി ചൂണ്ടിക്കാട്ടി. വംശഹത്യാ ആഹ്വാനങ്ങൾ മുഴുവൻ മനുഷ്യരാശിക്കും ഭീഷണിയാണെന്ന് അരാക്ചി ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. ഇസ്രായേലും ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ അത് അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളെ പോലും ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യമാണ്. അതേസമയം സ്വിറ്റ്സർലാൻഡിൽ വെച്ച് അമേരിക്കയുമായി നിശ്ചയിച്ചിരിക്കുന്ന നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് മുൻപായി ലബനനിലെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ഉറപ്പ് വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് വെടിനിർത്തൽ സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്നത്. അതേസമയം ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കമാൻഡർ ഉൾപ്പെടെ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി. വെള്ളിയാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 4-നാണ് വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി നിലവിൽ വന്നത്. അമേരിക്ക ഇസ്രായേലുമായും ഖത്തർ ഇറാനുമായും നടത്തിയ നിരന്തര ചർച്ചകൾക്കൊടുവിലാണ് കരാർ സാധ്യമായത്. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഇരുവിഭാഗവും പരസ്പര ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇതിനിടെ ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിച്ച 4 മാസം നീണ്ട സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ 14-ഇന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഫ്രാൻസിലെ വെഴ്സായിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഡിജിറ്റലായാണ് കരാറിൽ ഒപ്പുവെച്ചത്. വാണിജ്യ ഗതാഗതത്തിനായി കടലിടുക്ക് തുറന്നു കൊടുക്കാമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. 30 ദിവസത്തിനകം ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകും. ആദ്യത്തെ 60 ദിവസത്തെ ചർച്ചാ കാലയളവിൽ ടോൾ ഇല്ലാതെ കപ്പലുകൾക്ക് കടന്നുപോകാം. എന്നാൽ മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വിറ്റ്സർലാൻഡിൽ നടക്കേണ്ടിയിരുന്ന ഇരു രാജ്യങ്ങളുടെയും സാങ്കേതിക ചർച്ചകൾ മാറ്റിവെച്ചിരുന്നു. സമാധാന കരാറിന് പിന്നാലെ തുടർ ചർച്ചകൾക്കായി US പ്രസിഡന്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് തിരിക്കും. ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വിഷയമാകുകയെന്നാണ് ലഭിക്കുന്ന സൂചന. നിലവിൽ സ്വിറ്റ്സർലാൻഡിലുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവായ ജാരഡ് കുഷ്ണറും ചർച്ചയിൽ പങ്കെടുക്കും. ജൂൺ 19-ന് ചർച്ച നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ അതിന് പിന്നാലെ ഇന്നലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചയ്ക്ക് പോകുന്നില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ചർച്ച നടക്കുമെന്നുള്ള വിവരം ലഭിച്ചത്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതും ഹിസ്ബുള്ളയുടെ തിരിച്ചടിയുമായാണ് തുടർ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാക്കിയത്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ചൂണ്ടിക്കാട്ടി ഇറാൻ ചർച്ചയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തുടർന്നാണ് JD വാൻസ് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര റദ്ദാക്കിയത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം സുഗമമാക്കുന്ന പ്രധാന മധ്യസ്ഥ രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനിയും ചർച്ചയ്ക്കായി ഇന്നലെ സ്വിറ്റ്സർലാൻഡിലെത്തിയിരുന്നു. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് വിവരം. എന്നാൽ നിലവിലെ അവസ്ഥ പരിഗണിച്ച് ഇതിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. ലെബനനിലെ സാഹചര്യം ടെഹ്റാന്റെ തീരുമാനമെടുക്കലിൽ ഒരു പ്രധാന ഘടകമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.